ഹലോ, അപ്പോൾ നിങ്ങൾ SM ട്രാവൽ സ്റ്റോറീസിൻ്റെ ഒരു സ്ഥിരം വ്യൂവർ ആണെങ്കിൽ പുതിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഗ്രാൻഡ് ക്ലാസിക് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ വാതിക്കൽ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. എങ്ങോട്ടേക്കാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. കാണാത്തവർക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുമ്പോൾ അത് മനസ്സിലാകും. എനിവേ, മോർണിംഗ് ടൈമാണ്. നഗരമൊക്കെ ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. കടകളൊക്കെ അത്യാവശ്യം ഓപ്പൺ ആയി എന്ന് പറയാൻ പറ്റില്ല. വണ്ടികൾ കുറവാണ്, തിരക്ക് കുറവാണ്. അതൊരു പട്ടായ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നൈറ്റ് ലൈഫിന് പ്രാധാന്യമുള്ളൊരു നഗരമാണ്. അപ്പം തിരക്കൊക്കെ സ്വാഭാവികമായിട്ടും പകൽ രാവിലെയൊക്കെ കുറവായിരിക്കും, രാത്രിയായിരിക്കും സജീവമാകാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറാട്ടോ, പുള്ളി പോലീസിലാണെന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് ഇവരുടെ ഇംഗ്ലീഷ് വലിയ പാടാണ് മനസ്സിലാക്കാൻ. നമ്മൾ അറിഞ്ഞത് വെച്ച് ഇവിടുത്തെ ഭാഷയാണോ പറയുന്നത് മനസ്സിലാകത്തില്ല, എല്ലാം പറയുന്നത് ഒരുപോലെയാണ്. എന്തായാലും പുള്ളി പറഞ്ഞു വെച്ച് മനസ്സിലായതും. പിന്നെ ഇവിടെ ID കാർഡ് വെച്ച് ഞങ്ങൾ ചോദിച്ചു, പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചോ, പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ടാക്സി ഓടിക്കുന്നത് ചോദിച്ചോ, പാർട്ട് ടൈം വർക്കാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ്. എന്തായാലും ഇവിടെ ഒരു ID കാർഡ് എടുക്കുന്നുണ്ട് പോലീസ്. Police new update card nih, tentang. Yeah, same. നമ്മൾ പറഞ്ഞതിന് അത് ചെറിയൊരു തിരുത്തുണ്ടേ, വേറൊന്നുമല്ല. ഈ പറഞ്ഞ പുള്ളി പോലീസിൽ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിത് ഇങ്ങനെ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് തായിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. കൊള്ളാമല്ലേ? നമ്മുടെ ഡ്രൈവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യനാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് പാമ്പുകൾ കഴിക്കാൻ ഇഷ്ടമാണോ? ഹലോ, SM ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു കിടന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാം പിടിഞ്ഞിട്ടുണ്ടോ? പിടിയോ? കണ്ടിട്ട് മനസ്സിലായില്ലേ മാള് പറഞ്ഞത്? യെസ്, ഞങ്ങൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. വി ആർ ഇൻ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സോ ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ പുള്ളി ടിക്കറ്റ് എടുത്ത് തരും. ടിക്കറ്റുമായിട്ട് നമ്മൾ അകത്തേക്ക് പോകുന്നു. അകത്തെ കാഴ്ചകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുവാണ്. നമുക്ക് ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മുടെ പാക്കേജിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. എങ്കിലും ടിക്കറ്റ് ചാർജ് ഏകദേശം 800 താഴെപ്പെട്ട് വരും. അത് ബോട്ടിങ്ങും കൂടെ ഉൾപ്പെടുത്തിയാണ് ആ ഒരു ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് നല്ല അടിപൊളി വെൽ ഡ്രസ്ഡ് ആയിട്ടൊരു പട്ടായ സുന്ദരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ കണ്ടപ്പോഴേ തന്നെ തായ് ഭാഷയിൽ വരൂ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേട്ട മതി കേൾക്കാത്ത മതി ഞാൻ ചാടിപ്പോയി അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷേ ഫോട്ടോ എടുത്തതിന് പ്രശ്നമൊന്നുമില്ല, നല്ലൊരു അടിപൊളി ഫോട്ടോ ഒക്കെ കിട്ടി. പക്ഷേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരങ്ങോട്ട് നമ്മളോട് പൈസ ചോദിച്ചു, ടിപ്പ് ചോദിച്ചു. എപ്പോഴാണ് ഇതിനൊക്കെ പൈസയ്ക്കാണെന്ന് മനസ്സിലായത്. എനിവേ, അങ്ങനെ ഒരു 100 തായ് ബട്ട് അവിടെ പോയി കിട്ടി. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അവളെ കൊടുത്ത് ഫോട്ടോ എടുത്ത് നമ്മുടെ ചേഞ്ച് ആക്കി വെക്കണമെന്ന് പറഞ്ഞാൽ ഇതിനാ പുള്ളി. വിട് പോയി. എന്തായാലും കാശും പോയി ഫോട്ടോയും കിട്ടി. പക്ഷെ മാളും ഇതുവരെയായിട്ട് അത് വിട്ടിട്ടില്ല. മാളും എൻ്റെ സങ്കടത്തിൽ എപ്പോഴും നടക്കുന്നത് കേട്ടോ. എന്നാലും ഞങ്ങളൊന്ന് ചുറ്റി അടിച്ച് ഇവിടെ ആദ്യം കയറിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ കയറി നടക്കുവാണ്. ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിംഗ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. പിന്നെ കുറേ ഷോപ്പുകളൊക്കെയാണ് ആദ്യം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്.
അപ്പോൾ ഇനി ഇവിടെ എവിടെയാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലമെന്നും ഈ ഷോപ്പിങ്ങിൻ്റെ മറ്റ് കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് സത്യം കേട്ടോ. നമ്മൾ ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടില്ല എന്താ എങ്ങോട്ടാണ് ആദ്യം പോകണ്ടേ. കുറേ മാർക്കറ്റ്, കുറേ ഷോപ്പുകൾ കാര്യങ്ങളുണ്ട്, സൈഡിലായിട്ട് കുറേ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾ ഇപ്പോൾ ഡീറ്റെയിലായിട്ട് ഒന്നും പറഞ്ഞില്ല, കാരണം ഞങ്ങൾ തന്നെ ബ്ലിങ്കസിയാന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്താ സംഭവം എന്ന് അറിയത്തില്ലാതെ. അപ്പം ഞങ്ങളപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി നടന്ന് ഫൈനലി ഞങ്ങൾക്ക് ബോട്ടേ കയറാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ബോട്ടേ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ ബോട്ടിലിരുന്നുകൊണ്ട് പറയാം. Topi. Topi? Yes. Tayo ma'am, topi. Tayo. Ala topi കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ വന്ന് കയറുന്നത് വരെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കേൾവി മാത്രമുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്താണ് ഏതാണെന്നുള്ളതിനെ പറ്റിയൊന്നും വലിയ പിടി ഉണ്ടാവില്ല. പിന്നെ ഇപ്പം പക്ഷേ യൂട്യൂബ് ചാനലുകളും അതുപോലെ സഞ്ചാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മലയാളികൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർക്ക് വേണ്ടി, എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലായിരുന്നു, അറിയില്ലാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം ഉദ്ദേശിക്കുന്നത് ബോട്ടുകളിൽ നിന്ന് സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിൽ ജലഗതാഗതം ഒരു പ്രധാന പങ്ക് വഹിച്ച സമയങ്ങളിലും സ്ഥലങ്ങളിലും ഉത്ഭവിച്ച് പ്രവർത്തിക്കുന്ന മാർക്കറ്റുകളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ വിനോദസഞ്ചാരികൾക്കായി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു ഡെമോ കാണിക്കില്ലേ, ഒരു മോഡൽ കാണിക്കില്ലേ, ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുടെ ഒരു മോഡൽ, അതാണ് തായ്ലൻഡിലെ പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ശരിക്കുമുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലൊക്കെ കാണുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതിന് ഏറ്റവും തെളിവ് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കയറാൻ നമുക്ക് എന്തായാലും പ്രവേശന ഫീസൊക്കെ കൊടുക്കണം. പക്ഷേ യഥാർത്ഥ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടി ഒരിക്കലും നമ്മൾ പ്രവേശന ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ലോക്കൽസിന് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും ലോക്കൽസ് വരാറില്ല. ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഡെമോയാണ് തായ്ലൻഡിലെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം സൈഡിലുള്ള കടകളൊക്കെ പകുതിയും പ്രവർത്തിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല, ഒത്തിരി ആൾക്കാരെയും കാണുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ താളം തെറ്റിയത്. നേരത്തെ ടൂറിസ്റ്റുകളും അതുകൊണ്ട് തന്നെ കടകളും ഒക്കെ നന്നായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം കടകൾ മാത്രമേ ഇങ്ങനെ തുറന്നിരിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ബോട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കണ്ടോ, നമ്മുടെ സൈഡിൽ കണ്ടോ, ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുന്നതാണ് ശരിക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ. ഇവിടെ പക്ഷേ ബോട്ടിൽ അങ്ങനെ കൊണ്ടുവരുന്ന ഇങ്ങനത്തെ 2-3 എണ്ണമൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം തന്നെ കടകളും മറ്റ് സ്റ്റോളുകളും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റോളം ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മുഴുവൻ ബോട്ടിൽ ചുറ്റി അടിച്ച ശേഷം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബോട്ടിൽ കയറിയുള്ള ഒരു യാത്ര ഒത്തിരി അങ്ങ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല. കാരണം അങ്ങനെ പോയി കാണാനൊന്നും ഇല്ല, നമുക്ക് നടന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. കാരണം ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്റ്റോളുകളെല്ലാം ഒന്നും കാണാൻ പറ്റില്ല, വാങ്ങാനും പറ്റില്ല. പക്ഷേ ബോട്ടിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ അത് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കയറാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ മാർക്കറ്റ് നടന്ന് കാണുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിപ്പോൾ നടന്ന് കാണാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെയൊക്കെ ഏരിയയിലെത്തി. നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ ഇങ്ങനെ കണ്ട് കടന്നു പോവാണ്. ഇപ്പോൾ ഇത് നമ്മുടെ കടൽ വിഭവങ്ങളാണ് കൂടുതലും, നോൺ വെജ് ഐറ്റംസാണ് കൂടുതലും ഉള്ളത്.
പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ട്രൈ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബോട്ടിൽ അധികം നേരം ഇവിടെ കറങ്ങേണ്ട കാര്യമൊന്നുമില്ല, കാരണം ബോട്ടിൽ വിൽക്കുന്ന സാധനങ്ങളൊന്നും തന്നെയില്ല. ഇപ്പം ആൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണല്ലോ. അപ്പോൾ ബോട്ടിലൊക്കെ കയറിയില്ലെങ്കിൽ എന്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ നമ്മൾ ആ ബോട്ടിൽ പോകുമ്പോൾ സൈഡിൽ കണ്ടിരുന്ന ഷോപ്പുകളൊക്കെ ഇനി നമുക്ക് നടന്ന് കാണാം. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ, കൂടുതലും തുണി അല്ലെങ്കിൽ നമുക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ സ്ട്രീറ്റ് ഫുഡ്സും ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഷോപ്പുകളായിട്ടുള്ളത്. അപ്പോൾ തായ് എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലൂടെയുള്ള ഈ ഒരു നടത്തം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു അനുഭവമാണ് കേട്ടോ. സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശം അത്ര അങ്ങ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എല്ലാ ഐറ്റംസും. പക്ഷേ തായ്ലൻഡ് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാനും എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ പറ്റുക എന്ന് പറയുന്ന ഒരു രസമാണ്. പിന്നെ കൂടുതലും സ്ട്രീറ്റ് ഫുഡുകൾ, ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് സൈഡിൽ കാണാമായിരുന്നു. അപ്പം ഒന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും പിന്നെ ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ടും എനിക്കത്ര ട്രൈ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തായ്ലൻഡ് സീ ഫുഡിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒന്നും തന്നെ എക്സ്പ്ലോർ ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഒരു കമ്പനി ഇല്ലാത്തതുകൊണ്ട് ഏട്ടനും ആദ്യം ഒന്നും കഴിച്ചില്ല. അതേ ഇരിക്കുന്നുണ്ടോ, മുതലയൊക്കെ അങ്ങനെ പൊരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഉള്ളവരതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നെങ്കിലും, പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇതിനകത്തൂടെ നടന്ന് കാണുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ നടന്ന വഴികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ മാർക്കറ്റിൻ്റെ നടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ തടി കൊണ്ട് നിർമ്മിതമാണ്, തടി കൊണ്ടുള്ള നടപ്പാതകളാണ്. പിന്നെ നമ്മളിതാ ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് കുറുകെയുള്ള മരപ്പാലങ്ങൾ ഒഴികെയുള്ള മാർക്കറ്റിൻ്റെ ഭൂരിഭാഗവും തന്നെ മൂടിയ നിലയിലാണ്, അതായത് കവേർഡാണ്. ഈ ഭാഗങ്ങൾ മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് എത്തി. ഞാൻ ഡ്രസ്സ്, എനിക്ക് എവിടെ ചെന്നാലും ഈ ഡ്രസ്സുകൾ ഭയങ്കര വെറൈറ്റിയൊക്കെ കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സുകളെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം വെസ്റ്റേൺ വെയർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി കളക്ഷൻ ഉണ്ട് ഇവിടെ. ഞാനിവിടെ തായ്ലൻഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കയറി ഭയങ്കരമായിട്ട് അറഞ്ചം പുറഞ്ചം തപ്പിയൊരു ഇതാണ് ഈ പറഞ്ഞ ബീച്ച് വെയർസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊന്നും ഇല്ലാത്തതിനേക്കാളും എത്രയോ വെറൈറ്റി ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളതെങ്കിൽ. പക്ഷേ ഒന്ന് മേടിക്കാത്തതിൻ്റെ കാര്യം വില കൂടുതലാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ നമ്മൾ പിന്നെ ഈ ഓൺലൈനിൽ നിന്നൊക്കെ തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇനി വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവിടെ ഇതൊന്നും പ്രത്യേകിച്ച് യൂസ് ഇല്ല. പക്ഷേ ഇതുപോലത്തേക്ക് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി, ജെൻസിനാണെങ്കിലും അതുപോലെ തന്നെ ലേഡീസിനാണെങ്കിലും പറ്റിയ കുറേ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സമയം എടുത്ത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കാണാനായിട്ട്. അപ്പോൾ മാള് പറഞ്ഞുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ സെൻറ്ററുകൾ മാത്രമല്ല, ആദ്യം പറഞ്ഞുകൊണ്ടത് കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് മാത്രമല്ല, എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത കുറേ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ എല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും നിൽക്കുന്നില്ല, നമുക്ക് കണ്ട് തീർക്കത്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുകൊണ്ട് നമ്മളങ്ങനെ നിൽക്കുന്നുമില്ല. പിന്നെ ടാറ്റു ഒക്കെ അടിക്കുന്ന വെറൈറ്റി ഡിസൈൻസൊക്കെ ഇടുന്ന ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. $100 ബാത്തോ? 100 ബാത്ത്.
ഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ കമ്മലുകൾ കളക്ഷൻ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് സ്റ്റോപ്പായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ വില ചോദിച്ചപ്പോഴത്തേക്കിനും നിൽക്കുന്ന അമ്മച്ചി തൊട്ട് കാണിച്ചിട്ട് എല്ലാം 100 ബാറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാം 100 രൂപ. 100 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 200 രൂപയാണ്. നമ്മുടെ വൈക്കത്തഷ്ടമിക്കും ഏറ്റുവാനോത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെടുത്താലും 10 രൂപ എന്നുള്ള കമ്മലുകൾ കാണുന്നത് നമുക്കിതൊക്കെ പിടിക്കത്തില്ലല്ലോ. കമ്മലൊക്കെ അടിപൊളിയാണ്, പക്ഷേ വില കാരണം ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും ഞങ്ങൾ ഭയങ്കര പിശുക്കരായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ടും പൈസ അങ്ങനെ ചിലവാക്കാനൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കണ്ടിറങ്ങി ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് നടന്നു. അപ്പോൾ അടുത്ത കടകളുടെയൊക്കെ വാതിൽ കൂടെ ചുമ്മാ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം നിങ്ങളിതെല്ലാം കാണിച്ചു തരിക, അതാണ് ഞങ്ങളുടെ ആവശ്യം. മാംഗോ സ്റ്റിക്കി റൈസ്. എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ തായ്ലൻഡിൽ വന്ന പരീക്ഷ നോക്കണമെന്ന് എല്ലാവരും ഒരേപോലെ പറഞ്ഞ ഒരേ സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല സാധനമാണെന്നാണ് പറഞ്ഞത്. നല്ലതാണോ ചീത്തയാണോ അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ. ഒരു പരീക്ഷണാർത്ഥം ഒരെണ്ണം മേടിച്ചത് കഴിച്ചു. 50 ബാത്താണ് ഇതിൻ്റെ രൂപയല്ല, 50 ബാത്താണ് ഇതിൻ്റെ വില. Okay, let us catch his expression. How is it? കൊള്ളാം. എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും മാങ്ങോയുടെ ടേസ്റ്റ് തന്നെയാണ് കൂടുതലും നിൽക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടി വേറെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്. റൈസുണ്ട്. റൈസിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിൻ്റെ മാങ്ങോയുടെ അത് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് പോന്ന പോട്ടെ, എനിക്ക് മാങ്ങ തിന്നുന്ന പോലെ തന്നെ ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വീട്ടിലെ അച്ഛനൊക്കെ ചോറിൻ്റെ കൂട്ടത്തിൽ മാമ്പഴം പിഴിഞ്ഞു കഴിക്കുമായിരുന്നു. അത് തന്നെയല്ലേ ഈ സംഭവം. പിഴിഞ്ഞു ഒഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. മാങ്ങ കഷ്ണം അതിൻ്റെ കൂട്ടത്തിൽ ചോറും. എനിക്ക് അച്ഛൻ്റെയൊക്കെ കാര്യം ഓർമ്മ വന്നു. ഇല്ല അച്ഛാ? എന്തായാലും കൂടുതലും ഞങ്ങൾക്ക് തോന്നിയൊരു മാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ് മുന്നേ നിൽക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, ചുമ്മാ കഴിച്ചോണ്ടിരിക്കാം. ചുമ്മാ കഴിക്കാം. മധുരമുള്ളൊരു സാധനം അല്ലേ, ഒരു പലഹാരം കൂട്ടി കഴിച്ചോണ്ടിരിക്കാം. ഈ മുഴുവൻ മുതലേ വറുത്ത് ഞണ്ടിനെ വറുത്തും തരുന്നിടത്ത് ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സാധനം കാണുമ്പം അതൊരു സന്തോഷം. എന്നെപ്പോലെയുള്ള വെജിറ്റേറിയൻസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഞങ്ങൾ വന്നപ്പോൾ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളറിയാം, നമ്മുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര
How much? 100 baht. 100. 100, yeah. എടുത്തേക്കാം. കാര്യം പറയാം. ആൾക്കാർ വരുമ്പം Niถูกปะ അവരറിയാതെ അവരുടെ ഫോട്ടോസ് എടുക്കും. അൺഎക്സ്പെക്റ്റഡ് ക്ലിക്ക്. Hello. എന്നിട്ട് അവരുടെ അടുത്ത് പോകാൻ നേരത്തെ ഇത് കാണിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. Hello, you can. അപ്പം ഞങ്ങളെന്താ ഞങ്ങളുടെ ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. อยู่ข้างบน 100 ബാത്താണ് അതിൻ്റെ പൈസ വരുന്നത്. ഞങ്ങളുടെ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ ഫോട്ടോ കാണിച്ചു തരാം. No, we know what. Unexpected. ക്ലിയർ ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പൂർത്തിയായി. ഞങ്ങളിതാ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ കബുങ്ക. ആരും ഒന്നും വിചാരിക്കണ്ട, മാള് ചീത്ത പറഞ്ഞൊന്നുമല്ല, എല്ലാവരോടും തായ് ഭാഷയിലൊരു താങ്ക് യു പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കബുങ്ക.